ഞാനിപ്പോ നഷ്ടങ്ങളുടെ കണക്കെടുക്കാറില്ല കാർത്തിക. ശ്രമിച്ച അതിനുള്ളൂ ബാക്കി ജന്മം. എന്റെ മകൻ കെട്ടിയ താരയും കഴുത്തിലിട്ടോണ്ട് മറ്റേതോ ഒരുത്തന്റെ സത്യം ഈ വീട്ടിലെ കുട്ടിയാണെങ്കിൽ എന്റെ കൊച്ചുമകളാണെങ്കിൽ അവളെ നീ എപ്പ പ്രസവിച്ചു? എന്റെ ദേവി, എന്റെ മോൾക്ക് ഈ ഗതി വരുത്തിയല്ലോ. അവളെ ഈ ആപത്തിന്നും പ്രതിസന്ധിന്നും ഒന്ന് രക്ഷിക്കണേ. കാർത്തിക വളർന്ന ആശ്രമം ഏതാണെന്നാ പറഞ്ഞേ? എന്താ ഓർമ്മയില്ലേ? അവൾ എന്നേക്കാൾ വിളഞ്ഞ വിത്താണെന്ന് തോന്നുന്നു. പക്ഷേ വിഷ്ണുവും അവളുമായുള്ള വിവാഹത്തിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അവരെവിടെ വെച്ച് കണ്ടു, എങ്ങനെ പരിചയമായി എന്നൊക്കെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. ശാലിനിയുടെ ജീവിതം കുളം തോണ്ടേണ്ടത് എൻ്റെ ദൗത്യമായി പോയില്ലേ? ആ ചിതയിലെ അവസാനത്തെ കനൽപ്പൊട്ടും കെട്ടൂന്നറിയാതെ എനിക്ക് മനസമാധാനമില്ല. എന്താ ഒരു വഴി? എന്തെങ്കിലും എൻ്റെ കയ്യിൽ തന്നെ വന്ന് വീഴാതിരിക്കില്ല. മെനക്കേടായ ലക്ഷണമാണല്ലോ.
സോറി, പെട്ടെന്നൊരു സെക്കൻഡ് ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഏനോ, ഇറ്റ്സ് ഓക്കെ മാഡം. മാഡം പോയിക്കോളൂ. എൻ്റെ ഫോണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. മാഡം പോയിക്കോളൂ പ്ലീസ്. എന്തോന്ന് പ്ലീസ്? എനിക്ക് കുഴപ്പമുണ്ട്. താനൊക്കെ മൊബൈലിൽ തോണ്ടിക്കൊണ്ട് ചാകാനായിട്ട് എന്റെ വണ്ടിക്കടിയിലാണോ വന്ന് കയറുന്നത്? സോറി മാഡം, ഒരു എമർജൻസി കേസുണ്ട്. എന്ത് എമർജൻസി ആടോ? തന്റെ പ്രായത്തിലുള്ളവന്മാരുടെ മൊബൈലിലെ എമർജൻസി ഒക്കെ എനിക്കറിയാം എന്താണെന്ന്. മാഡം പ്ലീസ്, മാഡത്തിനും വണ്ടിക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. നൗ ലീവ് മീ അലോൺ പ്ലീസ്. കുഴപ്പമുണ്ടായില്ലെന്നോ? താൻ ഇതിന്റെ അടിയിലേക്ക് വന്ന് കയറുന്നത് കണ്ടപ്പോഴേ എന്റെ അകവാൾ വെട്ടിപ്പോയി. അല്ല, ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിലല്ലേ താൻ ചാകാതിരുന്നത്? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലേ ഞാൻ തൂങ്ങിയേനെ. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ മാഡം. ഇനി എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ? ഡിസ്പ്ലേ തരിപ്പണമായി. ഏതായാലും ഓണായി. ഇനിയിപ്പോ ഇത് എവിടെ ചെന്ന് ശരിയാക്കും? അപ്പൊ ശരി മാഡം, എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. ബൈ. ആ മൊബൈൽ ഒന്ന് കാണിച്ചേ. അയ്യോ, എന്തിനാ? മാഡം സംശയിക്കുന്ന പോലെ ഒന്നും എന്റെ ഫോണിലില്ല. ഐ എം എ ക്ലീൻ ജെന്റിൽമാൻ. ഹാ, അങ്ങനെ എനിക്കും കൂടെ തോന്നണ്ടേ ആ ഫോണിങ് തരാൻ? ഇതേതാ ഈ കുട്ടി? കാർത്തിക. കാർത്തിക? ഇവളിയാളുടെ? എന്റെ ഭാര്യ ആവേണ്ടവളായിരുന്നു മാഡം.
അല്ല, ഈ നമ്പർ വാങ്ങിയത് എനിക്കെതിരെ കേസ് കൊടുക്കാനൊന്നും അല്ലല്ലോ അല്ലേ? ഹേയ് അല്ലടോ, യു ഡോണ്ട് വറി, വി ആർ ഫ്രണ്ട്സ് നൗ. താങ്ക് യു. ആദ്യം ഈ പൊല്ലാപ്പിനൊരു തീരുമാനമാവട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്തതാകാന്ന് കരുതി ചോദിച്ചതാ. പറഞ്ഞല്ലോ, പേടിക്കണ്ട. എന്നെ കൊണ്ട് ജയശങ്കറിന് ഒരു ഉപദ്രവം ഉണ്ടാവില്ല, സഹായം മാത്രമേ ഉണ്ടാകൂ. ആക്ച്വലി ഇയാളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാഡം. ബൈ ദ വേ, ഐ എം മധുശ്രീ. പേര് മറക്കണ്ട. ശരി മാഡം. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ സമയമായി. ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു. ഓക്കെ, ബൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. Oh my God! Oh my God! Oh my God! എന്റെ ദൈവമേ, ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എടി കാർത്തികേ, ഇത്ര വേഗം നീ എന്റെ വലയെ വന്ന് വീഴുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഇനി നീ എന്റെ ട്രാപ്പില, നീ പോലും അറിയാത്ത ഈ മധുശ്രീയുടെ ട്രാപ്പിൽ. താങ്ക് യു ഗോഡ്, താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് ജയശങ്കർ. ദാ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ അറിയുമെന്ന് നോക്കൂ. ഇല്ല, പരിചയമില്ലല്ലോ. അല്ല, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കോ, ഇവിടെ കാണാൻ വന്നിട്ടുണ്ടോന്ന്. ഇല്ല, ഒട്ടും പരിചയമില്ല. ദാ. ഭഗവാനെ, എന്റെ ഹർഷന്റെ ജന്മദിനം കണ്ണെത്താ ദൂരത്താണെങ്കിലും ആയുരാരോഗ്യ സൗഖ്യം നൽകി എന്റെ ഹർഷനെ അനുഗ്രഹിക്കണേ. എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒരുമിപ്പിക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. തിരുമേനി, എന്തേ? ഒരു പുഷ്പാഞ്ജലി കഴിക്കണം. ഹർഷൻ, മകൻ നക്ഷത്രം. ആയിക്കോട്ടെ. അല്ല, ദമ്പതി പൂജ ചെയ്യുന്നുണ്ടോ? മനസ്സിലായില്ല തിരുമേനി. ദമ്പതി പൂജയോ? കുട്ടി ഈ നാട്ടുകാരി അല്ലല്ലേ? അല്ല അല്ല തിരുമേനി. അതുകൊണ്ടാവാ അറിയാത്തത്. ദമ്പതി പൂജ കൂടി ചെയ്യാം. ഈ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജയാണത്. ശിവപാർവതിമാരുടെ മംഗല്യ ദിവസമെന്ന് സങ്കല്പം. ആ ദിവസം ഇവിടെ ദമ്പതി പൂജ ചെയ്താൽ ദമ്പതിമാർക്ക് ദീർഘമംഗല്യവും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ ഹർഷൻ എന്ന് പറയുന്നത് ഭർത്താവ് തന്നെയാണല്ലോ അല്ലേ? അതെ അതെ തിരുമേനി. എന്നാൽ ദമ്പതി പൂജ കൂടി ചെയ്യാം. നാനാദേശത്ത് നിന്നുള്ളവർ ഇവിടേക്ക് ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒഴുകിയെത്തുന്ന ദിവസമായി നാം പുണ്യം വർഷിക്കാം. ദൈവമേ, എൻ്റെ വിഷ്ണുവേട്ടന് ആയുരാരോഗ്യവും സമ്പൽ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ. എങ്കിൽ ദമ്പതി പൂജ കൂടി ചെയ്യട്ടെ. എങ്കിൽ ദമ്പതി പൂജ കൂടി ചെയ്തോളൂ തിരുമേനി. കുട്ടി പ്രദക്ഷിണം ചെയ്ത് പണമടച്ചു വന്നോളൂ. പൂജ ഞാൻ ചെയ്തേക്കാം. ശരി തിരുമേനി.
എവിടെ ഒളിച്ചാലും കണ്ടുപിടിക്കും ഞാൻ. എന്താ? എനിക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണമായിരുന്നു. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. നിക്ക്. നിക്കാനാ പറഞ്ഞത്. എനിക്കും തിരക്കുള്ളത്. സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കൊന്നും സംസാരിക്കാനില്ല. നിക്ക്. കാർത്തികേ, ഞാൻ മര്യാദയുടെ ഭാഷയില സംസാരിക്കുന്നത്. നീയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള കല്യാണം എങ്ങനെ നടന്നെന്ന് എനിക്കറിയണം. നിങ്ങൾ എവിടെ വെച്ച് കണ്ടു, എങ്ങനെ പരിചയപ്പെട്ടു, അതെങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എത്തി എന്നൊക്കെ. എനിക്ക് സ്വന്തമായിരുന്നു മുതൽ ഇപ്പൊ നിന്റെ കൈവശമായിരിക്കുന്നേ. അത് നിനക്ക് അർഹതപ്പെട്ടതാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾ കളക്ടറാണെന്നുള്ള അധികാരം കാണിക്കുകയാണോ? അങ്ങനെ ഒരു അധികാരം ഞാനിപ്പോ കാണിച്ചിരുന്നെങ്കിൽ എന്റെ മുന്നിൽ നീ ഇങ്ങനെ നടുനിവർത്തി നിൽക്കില്ലായിരുന്നോ? വിഷ്ണുവേട്ടൻ കെട്ടിയ താലി കഴുത്തിലണിഞ്ഞ് നിന്നെ കാണുന്ന നിമിഷം തന്നെ കഴുത്തിനെ പിടിച്ച് നിന്നെ ആ വീടിന് പുറത്ത് തള്ളിയാനേ. എനിക്ക് നിന്നോട് ശത്രുതയൊന്നുമില്ല. വിഷ്ണുവേട്ടന് വേണ്ടി 6 വർഷം നോമ്പ് നോറ്റ് കാത്തിരുന്നവളാ ഞാൻ. അതിനു മുമ്പ് ഹൃദയം കൊണ്ട് സ്നേഹിച്ചും എല്ലാം പരസ്പരം പങ്കുവെച്ചും ഒപ്പം കഴിഞ്ഞിരുന്ന ഭാര്യ. പിന്നെ അതെല്ലാം ഞാൻ വിട്ടേക്കാം. വിഷ്ണുവേട്ടന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഇനിയും അള്ളി പിടിച്ച് തൂങ്ങില്ല. എന്നേക്കുമായി ഒഴിഞ്ഞു തരാം. എന്റെ അവസാന ശ്വാസം വരെ വിഷ്ണുവേട്ടൻ എന്ന പ്രാണൻ എന്നെ വിട്ടു പിരിയില്ലെങ്കിലും. പക്ഷെ സത്യങ്ങളെല്ലാം എനിക്കറിയണം. ശാലിനി ജില്ലാ കളക്ടർ അല്ലേ? ഒരുപക്ഷെ ശാലിനി വിചാരിച്ച അച്ഛനും മറ്റും അറിയാതെ ഒരു സുരക്ഷിത താവളം എനിക്ക് ഒരുക്കിത്തരാൻ കഴിയും. ഹർഷൻ നാട്ടിലെത്തുന്ന 2 ആഴ്ചത്തെ സമയമല്ലേ വേണ്ടൂ? ഒരുപക്ഷെ ശാലിനി വിചാരിച്ച പോലീസ് പ്രൊട്ടക്ഷൻ വരെ കിട്ടും. പിന്നെ ഹർഷനെ എന്നെയും പിരിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. അതെ, നീ എന്താ ആലോചിക്കുന്നേ? ആരെങ്കിലും ഭയന്ന് നീ എന്തെങ്കിലും സത്യം ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും നിനക്കെന്നോട് തുറന്നു പറയാം. നിനക്ക് എല്ലാവിധ സംരക്ഷണവും ഞാൻ തരാം. എനിക്ക് ഹർഷനെ പോലെയാ ഈ സാധുവിന് വിഷ്ണുവേട്ടനും. ഇവരെ കണ്ണീര് കുടിപ്പിച്ചതുകൊണ്ടോ വിഷമിപ്പിച്ചതുകൊണ്ടോ എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷേ എന്നെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ശാലിനിയോട് ഞാൻ പറഞ്ഞ വിഷ്ണുവേട്ടൻ ഈ നാടകം കളിച്ചതും ത്യാഗം സഹിച്ചതും എല്ലാം വെറുതെയാകും. കാർത്തികേ, തുറന്നു പറയേ. ഞാൻ പറയാം. പക്ഷേ ശാലിനി എനിക്കൊരു വാക്ക് തരണം. ആദ്യത്തേത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിയരുതെന്ന. വിഷ്ണുവേട്ടൻ പോലും. രണ്ടാമത്തേത്, ഞാൻ മനസ്സ് തുറക്കുന്നത് പോലെ ശാലിനിയും എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. വാക്കുതാ. വാക്ക്.